ഞാനാണ് അമ്മായിമ്മ. ഞാനാണ് ഇത് കൊണ്ടക്കാനും വേറുള്ളതും എല്ലാം. ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡെയിലി വ്ളോഗ് എന്നും പറയാം. എന്താ പറയുക, കുറേ ദിവസമായിക്കണ് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത്, രാവിലത്തെ പട കഴിഞ്ഞോ. രാവിലെ എങ്ങനെയാ വെച്ചാൽ ചായയും കടലക്കറിയും പത്തിരിയാണ്. അപ്പോൾ അതൊക്കെ തിന്ന് മക്കളൊക്കെ പോയി. പിന്നെ ഞാൻ ഒറ്റക്കായി. പൊന്നുണ്ട് ഇവിടെ കേട്ടോ. പൊന്നു കള്ളത്തരം കാട്ടിക്കണമെന്ന്. അപ്പോൾ ഇനി ഉച്ചക്കുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് വരി കണ്ടോക്കെ. ഞാൻ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാമല്ലോ. എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങളും അതുപോലെയാണ് ഉണ്ടാക്കലേ അറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കേട്ടോ, പേച്ചതാട്ടോ പറഞ്ഞത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വരി നമുക്ക് പോയോക്കട്ടാ. അപ്പോൾ ചോറ് ഇതാ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറെന്താ വെച്ചാൽ കുറച്ച് മതി, 1.5 നാഴി ചോറ്. അപ്പോൾ ഇത് മൂടിക്കട്ടോ. ഇനി ബാക്കിയുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഉപ്പേരി കരിഞ്ഞ വെച്ചാട്ടാ. ഇത് നമ്മളെ പപ്പായാണ്. പപ്പായ. പിന്നെ കറി ഉണ്ടാക്കാനുള്ളത് ഇന്ന് വെണ്ടയ്ക്ക ഇട്ടാട്ടോ കറി ഉണ്ടാക്കണത്. അപ്പോൾ ഇന്നലെ പൊരിച്ച മീനുണ്ട് കേട്ടോ, കരിമീൻ. അതേ മസാല ഇട്ടുകൊണ്ട് ഫ്രിഡ്ജിൽ മൂടി ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇന്ന് മീൻ പൊരിക്കണത്. ഇന്നലത്തെ മീൻ തന്നെയാണ്. ഇന്നലെ അതിൽ വളരെ കുറച്ചേ പൊരിച്ചുള്ളൂ. ആർക്കും ആവശ്യമില്ല. ആർക്കെന്ന് പറഞ്ഞാൽ ഞാനും ഭാവിയൊക്കെ കാര്യമായിട്ട് തിന്നാറുള്ളത്. പൊന്നൊന്നും അധികം തിന്നൂല. ഇന്ന് ഉപ്പേരി ഉണ്ടാക്കണം. ഇതും ഒരു സാധനം കാണിച്ചാൽ ഒരു ദിവസം എനിക്ക് കുറച്ച് മത്തൻ്റെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അരിഞ്ഞിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചത്. അന്ന് വേറെ കൂട്ടാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരിഞ്ഞിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പം ഇനി ഇതും ആ കർമ്മത്തിൽ കൂടി ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പിന്നെ കറി എന്താണെന്ന് വെച്ചാൽ ഇതാണ് വെണ്ടക്ക. അപ്പോൾ ഇത് വെണ്ടക്ക കറി, വെണ്ടക്ക മുളകിട്ടത്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. പിന്നെ എന്താ പറയുക, ആദ്യം നമുക്ക് ഈ മീൻ പൊരിക്കട്ടാ കാണിച്ചു തരാം. നമ്മളെ തെങ്ങുമ്പന്ന് തേങ്ങ ഇട്ടിട്ട് ആട്ടിയില്ലേ, ആ എണ്ണ ഇപ്പോൾ എന്നേ ഈ വെളിച്ചെണ്ണ നോമ്പിൻ്റെ മുന്നേ ആട്ടിയില്ലേ, ലാസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് കൊടുന്നു. കുറേ ആയിരുന്നു ഈ പാക്കറ്റ് കണ്ടിട്ട്. 6 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. 4-5 മാസമായി. ഇപ്പോൾ ഇന്നലെയാണ് കൊണ്ടുവന്നത്. ഇത് കഴിഞ്ഞു. അപ്പം ഇനി മുതൽ ഈ പാക്കറ്റ് ഇങ്ങനെ കൊണ്ടുവരണം. ഇനിയിപ്പോൾ നമ്മൾ സ്ഥലം എടുത്തതിൽ രജിസ്റ്ററൊക്കെ ആയതിന് ശേഷം തേങ്ങ കെട്ടുകാണ്ട് ആട്ടാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പം നമ്മളെ ചട്ടി ചൂടാവുണ്ടിട്ടാ. എണ്ണ ഒഴിക്കട്ടെ. ഈ ഉപ്പേരിക്കുള്ള ചെറിയ ഉള്ളി അരിയട്ടെട്ടാ. എനിക്ക് ചെറിയ ഉള്ളി ആദ്യം എന്താ പറയുക, ഇതിലേക്ക് ഇതാ കുറച്ച് ചെറിയ ഉള്ളിയാണ് ആവശ്യമുള്ളത്. അരിഞ്ഞിട്ടാ. വീരപ്പൻ വന്നു. വീരപ്പൻ വലിയ മല്ലയുദ്ധം കഴിഞ്ഞ് വരികയാണ്. കുടുങ്ങിയ താന്നാ ഇപ്പൊ ഈ കുറച്ച് ദിവസമായി ഇത് തന്നെ പണി. മഴയല്ലേ, മഴത്ത് താവൂലല്ലേ. അതെ. അപ്പം എന്തൊക്കെയുണ്ടായിരുന്നു? നല്ലൊരു മല്ലയുദ്ധം കഴിഞ്ഞ് വരികയാണ്. വണ്ടി മണൽ പോയെടുത്ത് സൈറ്റിൽ പോയപ്പോൾ ഭയങ്കര റിസ്ക്കുള്ള സൈറ്റ് ചെയ്യുന്നത്. വണ്ടി താന്ന് ഒരു കൂലിപ്പണിക്കാരെ ഒരു ദിവസം എടുക്കേണ്ട മുഴുവൻ പണിയെടുത്ത് വരികയാണ്. ആരും ഉണ്ടായതുണ്ടായില്ല. വിളിച്ചാലും കിട്ടിയില്ല. വിളിക്കാണ്ട് വരൂല, ദൂരല്ലേ, വെന്നിയൂരിനുള്ളിൽ പോകണം. അതെ. അപ്പോൾ ഏതായാലും കൈക്കോട്ടും വിക്കാസൊക്കെ എടുത്ത് മാന്തി ഉണ്ടാക്കി സാഹസികമായി വണ്ടി രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ. ഓക്കെ. അപ്പോൾ ഇതാണ് ഉപ്പേരി. ഉപ്പേരിക്കുള്ള സാധനങ്ങൾ കഴിഞ്ഞാ ചെറിയ ഉള്ളി പിന്നെ വേറെ ഐറ്റം തോരൻ ഇതായിട്ടുണ്ടാക്കണേ. ഞാൻ ഒരു ദിവസം കാണിച്ചു തരും കേട്ടോ. ഇപ്പം ഇന്ന് ഞാൻ ഈ ഏല ഇവിടെ ഉണ്ടായതുകൊണ്ട് രണ്ടും കൂടി ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്ട്. മത്തൻ്റെ ഇടുന്നില്ലേ, ഏല പാത്ത ചെയ്യുന്നത്. അപ്പം മത്തൻ്റെ ചെരങ്ങല്ല, കർമ്മത്തി. ആ
വീടെടുത്തിട്ടേ എനിക്ക് കുളിക്കാനും കഴിയില്ല. ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഈ വീരപ്പന എത്തിയത്. നല്ലൊരു പേര് അത് ലൈവിൽ എല്ലാവരും വീരപ്പന വെച്ചു പോയി. വീരപ്പന അത് താടി വീശ കണ്ടോണ്ടാവില്ല. വീരപ്പന അറിയാം. ഈ താടി പഠിക്കണം എനിക്ക്. പിന്നെ ഇതെടുക്കാം. ഇതൊന്ന് വേവണം. മൂടിയൊക്കെ മൂടി മൂടിയാണ് വേണ്ടത്. ഇത് വേണ്ടല്ലേ നല്ല ടേസ്റ്റല്ല. നമ്മൾ കരിമീൻ പൊട്ടിക്കാണ്. എന്നാൽ പുഴയുടെ കരിമീൻ എന്താ കിട്ടാം യൂറോപ്യാണ്. പക്ഷെ സാധനം അടിപൊളിയാണ്. അത് ഇതേപോലെ പച്ചക്കറി ഒക്കെ ഉള്ളതാ. അങ്ങനെ കവറാണല്ലേ കാണിച്ച നോക്കട്ടെ. ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിയാണ് ആൾക്കാർ. ആളെ ആ കാര്യമായിട്ട് ചെലവാക്കൽ ഇതിലൊക്കെയാണ്. ഇങ്ങനെയുള്ള വീട്ടിൽ ആവശ്യമായ ഓരോ സാധനങ്ങൾ. ഇതാകുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം സൗകര്യം ഉണ്ടല്ലേ. ഇങ്ങനെ ഡബിയിൽ കടച്ചു മൂടിച്ചാൽ ഫ്രിഡ്ജ് ഒരു വൃത്തി ഉണ്ടാവും. അതേ നമ്മള് കവറോട് വെക്കണം വയ്ക്കുന്നല്ലോ. എന്താ കറി? വെണ്ടയ്ക്കും വെണ്ടക്ക കറിയാണ്. അപ്പോ അപ്പോൾ നമ്മുടെ കരിമീൻ കരിഞ്ഞാണ്ട് കരിമീനാവുന്നിട്ടതാ. ഇത് വാങ്ങിക്കാം. അടുത്ത ഐറ്റംസ് കറിയില്ല. വെണ്ടക്ക കൂട്ടണ്ട. വെണ്ടക്ക ചെറിയ കഷ്ണം, വലിയ കഷ്ണമാക്കണ്ട. വലിയ കഷ്ണമാക്കിയാൽ തരുന്ന രസമുണ്ട്. ചെറിയ കഷ്ണമാക്കിയാണ് അരിയുന്നത്. കുറച്ചിടാൻ പാടുള്ളൂ. വെണ്ടക്ക തോന്നാൻ പറ്റില്ല. കുഴപ്പമില്ല. കറി തോന്നാണ്ടാക്കില്ല. കുറച്ചിട്ടാ അത് ചെലവാണ്ടാച്ചിട്ടാ. എനിക്കിഷ്ടമാണ് വെണ്ടക്ക. എനിക്കിഷ്ടമാണ് പറയണേ. വെണ്ടക്ക എന്ന് വെച്ചാല് ഇപ്പൊ ഇതിന് ഉപ്പേരുണ്ടാക്കിയ പ്രത്യേകിച്ച് നല്ല അടിപൊളിയാണല്ലോ. അല്ല അതെ. കുരുപ്പിനേന്നറിയാണ്. കുറച്ച് തക്കാളി വെണ്ടക്കട്ടാ പച്ചമുളക് എടുത്താ. പിന്നെ നമുക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി, ഇതൊരു 3 തക്കാളിന്റെ ആവശ്യത്തിനുള്ള വെണ്ടക്ക, പച്ചമുളക്. ഇതിക്ക് പിന്നെ ആവശ്യമുള്ള ഈ സാധനം കരിവേപ്പില എത്രയുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ജസ്റ്റ് കുത്തിരിക്കാം. എല്ലാം ഒരു പാത്രത്തിൽ ഇട്ട് അല്ലേ. വെളുത്തുള്ളി ഞാൻ മേലെ തന്നെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, പൊടി, ഒരു വലിയൊരു സ്പൂണും മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി വലിയ ഡബ്ബിലാട്ടോ. ഇതിന്റെ ടേസ്റ്റ് മല്ലിപ്പൊടി കേട്ടാ. മല്ലിപ്പൊടിന്റെ ഒരു ഫ്ലേവർ അല്ലേ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കരിവേപ്പിന്റെ ഇല, കടുക്. അപ്പൊ എല്ലാം ടോട്ടല് ഒന്നിച്ചാൽ ഇട്ടാൽ മതി അല്ലേ. ലേശം ഉപ്പായി തന്നെ ഇടാം. ഓക്കെ. എണ്ണ വയ്ക്കുന്നു. വെളിച്ചെണ്ണ ആട്ടിയതുണ്ടായിരുന്നു കുറേ സമയം. പക്ഷെ അതിപ്പോ തൽക്കാലം കഴിഞ്ഞു. 2-3 മാസം. 2-3 മാസം. അതെ. അപ്പൊ അത്യാവശ്യം ആയല്ലോ. കടുക് ഇട്ടുണ്ട്. പിന്നെ ചുവന്നമുളക് ഇല്ല. നമ്മളെ ഉപ്പേരി ഇങ്ങനെ ചെയ്യാൻ പറയും. കളറായിട്ടുള്ളൂ. ആദ്യം മീനാ മറന്നു. തക്കാളി വെണ്ടയ്ക്കുള്ള കറിയിലേക്ക് എല്ലാ ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇളക്കിട്ട് മൂടി വെക്കുക. ചൂടുകളുണ്ടെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് ചൂടുകൾ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ എളുപ്പമുണ്ടെങ്കിൽ കഞ്ഞിൻ്റെ വെള്ളത്തിന് തെളി വെച്ചിട്ടാൽ മതി. ഒരു നേരത്തിലൊക്കെ. ഓക്കെ. അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളത്തിന് തെളിയായാലും മതി. ഞാൻ കേക്ക് വെച്ചേനെ. ഇതിന് മുമ്പ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല ഉണ്ടാക്കിയില്ല അല്ലേ. അതിന്റെ താഴെ എടുക്കാം. കുറച്ച് മൂത്തിട്ട് പറ്റില്ല. തോന്നില്ലല്ലോ. കഷ്ണം മുറിഞ്ഞാണ്ട് ആ കർമ്മത്തിന്റെ എഴുതിയതുകൊണ്ട് നമുക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഉണ്ട്. ഇത്ര നിരാൻ പാടില്ലേ. എന്നിട്ടേ എന്താണ് ആ ഉള്ളി കരിഞ്ഞാ തോന്നുന്നത്. കരിഞ്ഞതല്ല, അങ്ങനെ വറ്റിയതല്ല. നല്ല ഈ കളറായി ഇങ്ങനെ കിട്ടണം. അല്ല ആദ്യമേ ശ്രദ്ധിച്ചപ്പോ ഇതിമേ ശ്രദ്ധിച്ചില്ല. സംഭവം എന്താ അറിയോ, നമ്മളത് വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യല്ലേ. ജസ്റ്റ് ആ ഇല ഇങ്ങോട്ട് വാടിയാൽ മതി. എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ. ഇത് മത്ത
ഓക്കെ. ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. അടിപൊളിയല്ലേ? അപ്പം അപ്പോൾ കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊണ്ടിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇതെന്തായോ ഏകദേശം ആവുന്നുള്ളൂ. ഇപ്പം ഞാൻ ഒരു നേരത്തിനല്ല കുറച്ച് കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ തളച്ചവെള്ളം ഉണ്ടെങ്കിൽ തളച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞങ്ങളിപ്പോൾ ഒരു നേരത്തിനല്ലേ, വൈകുന്നേരം ഒന്നും ആരും അല്ലാതെ ചായയും കടിയും തിന്നാൽ പിന്നെ ചോറൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്ര ഉള്ളു പണിയിട്ടാ, വേറെ ഒന്നും പണിയില്ല. കഴിഞ്ഞു ഒന്നുകൂടി വേവാണ്ട് ഒക്കെ കൂടി ഉണ്ടാരിക. കടർത്ത് ചട്ടിക്ക് ഇട്ട് കൊടുക്കുക, മൂടി വെക്കുക. അത്ര ഉള്ളു പണി. അല്ലെങ്കിൽ പെട്ടെന്നില്ലേ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ കറി എന്താ ഉണ്ടാക്കുക നോക്കി നിൽക്കുന്നവർക്ക് എല്ലാം കൂടി പാത്രത്തിൽ കണ്ടരിക. മോളും മഞ്ഞളും എല്ലാം അയക്കാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുകിട്ട് കണ്ട് അയക്കാൻ ഇട്ട് കൊടുക്കുക. പരിപാടി കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിക്കാണ്ട് വെന്തിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിക്കാണ്ട് ഉപ്പിട്ടുണ്ട്. ഉപ്പ് കഴിക്കിട്ടല്ലേ ഞാൻ ഇത്ര പണിയുള്ളൂ കേട്ടാ. അപ്പോൾ പെട്ടെന്ന് കറി ഒന്നും ഉണ്ടാക്കാനില്ല. വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കത്. എൻ്റെ ഉമ്മ ഉണ്ടാക്കിയെന്നല്ലേ പണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കോണ്ട്. നമ്മളെ ഒരു ഉച്ചക്കത്തെ ഒരു ഫുഡ് എടുത്താണ്. അപ്പോൾ താല്പര്യമുള്ള ഉണ്ടാക്കിയാൽ മതിട്ടല്ലേ. ഓരോരുത്തർക്ക് ഓരോ രീതി ഉണ്ടാവുമല്ലോ. നമ്മൾ ഉണ്ടാക്കണ മയക്കാവൂല എല്ലാവരും ഉണ്ടാക്കണത്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഇഷ്ടമാണ്. ബാവാക്ക് പേരും ഇഷ്ടമാണ്. അതായത് ഫസ്റ്റില് ഉമ്മ ഉണ്ടാക്കിയതാണ്, അതായത് മാളിന്റെ ഉമ്മ ഉണ്ടാക്കിയതാണ് ഫസ്റ്റില്. അതിന്റെ ശേഷം എന്നോട് എപ്പോഴും പറിച്ച വെണ്ടക്കക്കറി ഉണ്ടാക്കിക്കാന്ന്. അതിന്റെ ആ ഒരു മല്ലിന്റെ ചോയ വരുന്നോണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മീനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. മീനില്ലെങ്കിലും തിന്നാം. നിങ്ങൾ പറഞ്ഞ കേൾക്കുമെന്നറിയില്ല. അതായത് ഇതേ ഞാൻ നേരത്തെ പറഞ്ഞത് ഉമ്മ ഉണ്ടാക്കിയതാണ്. അതായത് മാളുവിൻ്റെ ഉമ്മ മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി. ഞാൻ അന്നാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. അതിൻ്റെ ശേഷം ഞാൻ എന്നും മാളുവിനോട് പറയും, നമ്മളെ കുട്ടാട്ടത്ത് ഉമ്മ ഉണ്ടാക്കി അതേപോലെയുള്ള ആ കറി ഉണ്ടാക്കി വെക്കാമെന്ന് പറയും. ആ കറി അതുകൊണ്ട് കഴിക്കുമ്പോൾ ആ കൊത്തമല്ലിൻ്റെ ആ മല്ലിൻ്റെ ഒരു ഫ്ലേവർ വരുന്നതുകൊണ്ട് ഇനി മീനൊന്നും ഇല്ലെങ്കിലും ഒരു നല്ല പ്രത്യേക ടേസ്റ്റാണ്. അതെ, അടിപൊളിയാണ്. താനെ ചോറങ്ങോട്ട് ഇറങ്ങിപ്പോകും. നല്ല രസമാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ കുഞ്ഞുമോടുണ്ടാക്കാൻ പറയുമ്പോൾ അവിടെ കുഞ്ഞിപ്പാക്കൊന്നും പറ്റൂല. അതെ, ഓല് വേറെ രീതിയിൽ ഉണ്ടാക്കല്. അവർ മുളകിടലാണ്. നല്ല എരുണ്ടാവും. ഉണ്ടാക്കി നോക്കി. എൻ്റെ അഭിപ്രായത്തിൽ 100-90% ആൾക്കാർ ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇത് നിങ്ങള് കർമ്മത്തി അല്ലെങ്കിൽ മത്തനോ ചെരങ്ങ വെള്ളരിയോ അതിലൊക്കെ ഇട്ടുണ്ടാക്കിക്കോളെ. എൻ്റെ ഒരു തുറത്തി നെരിഞ്ഞിട്ടാ. ഇപ്പൊ അതേപോലെ നെരിച്ചാ നിക്കണ്ടട്ടാ. അപ്പൊ നമ്മളെ കറിയായി. കറി മാങ്ങി വെച്ച് കറി വാങ്ങി വെച്ച് അത് ഇപ്പത്തെ തക്കാളി ഒന്നതാ നല്ലപോലെ റബ്ബർ മാതിരിയാണ്. ഒരു കഥയാണ് തക്കാളി. നമുക്കിതാ ഇയാളിവിടെ മീൻ ഇവിടെയായി. ഇനി എന്താ ഉണ്ടാക്കാനുള്ളപ്പോ? ഇനിയൊന്നുമില്ല, ഇനി ചോറുന്ന കഴിഞ്ഞല്ലേ? ഓക്കെ, അവന് കൊണ്ടുപോവാല്ലേ? ഈ കവറിനാ ഇതണ്ടില്ലേ? ഇതെന്താ സാധനം അറിയാം? ചക്കക്കുരു. ഇത് ഒരു കേടില്ലാതെ ഒരുപാട് കാലം സൂക്ഷിക്കട്ടെ. ഇങ്ങനെ കാറ്റൊന്നും കിടക്കാതെ നല്ല രസമല്ലേ കാണാന്. എന്നാൽ അതിലൊരു ഒതുങ്ങി കിടന്നോളും. മറ്റേത് ഒരു കവറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ നിന്ന് അഥവാ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചിറങ്ങണ വെള്ളം ആയിക്കാണ്ട് ആ ചക്കക്കുരു ഫുള്ള് കേടുവരും ഇല്ലേ? എന്നിട്ട് ഞാൻ എത്ര ചക്കക്കുരു പുറത്തേക്ക് എടുത്ത് കയറിയല്ലോ. ഇപ്പൊ നല്ല അടച്ചുറപ്പിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ അടുത്ത ചക്കക്കാലം വരെ കുറച്ച് കറി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. മാങ്ങ ചക്കക്കുരു അപ്പോ ചൂടാണല്ലേ? ഇപ്പോൾ ബാവ വന്നില്ലേ? വന്നിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുവച്ചീന്ന്. കണ്ണിൽ കണ്ടതോടെ ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ള അറിയോ? രസമുണ്ടോ ആ സാധനം? അടിപൊളിയാണ്. എന്താണ് ഇപ്പൊ ഒറ്റക്കിങ്ങനെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്ന കട്ടഞ്ചാര കൂടി തിന്നാണ്. എന്താണ് അടിപൊളിയാ. ആയിക്കോട്ടെ. അപ്പം ഇനി വേറെ സംഭവം ഉണ്ട്. കണ്ണിലവിടെ കണ്ടോണ്ട് ഇനിയിപ്പോൾ ചോറ് വളമ്പലും കൊണ്ടക്കലും. ഞാനാണ് അമ്മായിമ്മ. ഞാനാണ് ഇത് കൊണ്ടക്കാനും വേറുള്ളതും എല്ലാം. ഇനി മാള് കയ്യേക്ക് വന്നിരുന്നാ മതി അല്ലേ? ഒക്കെ ഞാൻ ചെയ്യും. ഒക്കെ ഞാൻ ചെയ്യും. അപ്പൊ കൊണ്ടക്കാണ്
അപ്പൊ ഇനി ചോറ് വിളമ്പാണ്ടിതാ കോഴി. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ദമ്മ് പൊട്ടിക്കല് അല്ലേ? പൂച്ചകളെ കൊണ്ടുണ്ട്. മീനൊക്കെ എടുത്തോളിട്ടാ. ഞാൻ അങ്ങനെ കണ്ടിക്ക. ഇത് മാളുവിനുള്ള ചോർത്തലാണ്. ഇത്ര ഇതന്നെ ഫുള്ള് കഴിക്കൂലാളെ. ഇന്ന് ഞാൻ ആവശ്യമല്ല. ഇത് പൊന്നൂന് മോൾട്ടി ഉണ്ടാവല്ലോ. പിന്നെ ഞാനും കുറച്ചേ കഴിക്കുള്ളൂ, കൂടുതൽ കഴിക്കൂല. അത് അവിടെ ഇരുന്നാ കാണാം. അത്ര കഴിക്കുള്ളൂ. ഒരു കൊമ്പുണ്ട് ഇങ്ങനെ എടുക്കണം. അല്ല അതിന്റെ ആളോ പറയുന്നത് അങ്ങനെ. ഈ പാത്രം ഇവിടെ കൊണ്ടുള്ള കേട്ടാ. പിന്നെ മീൻ കണ്ടില്ലേ എന്താ കിടപ്പേന്ന് നോക്കി നിങ്ങള്. സൂപ്പറാണല്ലേ. കരിമീൻ ചില ആൾക്കാർ ചിലവരൊന്നും കഴിക്കൂല, ചിലവർക്ക് ഇഷ്ടമല്ല. മണ്ണിന്റെ വേണല്ലേ? പക്ഷെ ഇത് മണ്ണിന്റെ വേയൊന്നുമില്ല. ഇപ്പൊ അപ്പൊ വിളമ്പി തോളി കൊണ്ടച്ചോളി. അപ്പൊ ചോറ് വിളമ്പിട്ട് ഒന്നുമില്ലെങ്കില് അവര് നമ്മളെ ഭാര്യമാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇന്നേരം വരെ അവര് ഇതൊക്കെ ഉണ്ടാക്കി നമ്മള് വരുമ്പോൾ ആയല്ലോ. അപ്പൊ നമുക്കിത് കൊണ്ടുവന്ന നിങ്ങൾ അതിനെക്കാട്ടി കഷ്ടപ്പെട്ട് വരില്ലേ? അത് സാരല്ല, അത് നോ പ്രോബ്ലം. ഇനിയിപ്പോ എന്താ വേണ്ടേ? മീന് വെള്ളം മഴയൊക്കെ മീൻ എടുത്തോളൂ. ആയിക്കോട്ടെ. ബാവ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്നിരിക്കുള്ളൂ കേട്ടോ. അല്ലേ ഞങ്ങള് നേരെ ആ അടുക്കളയിൽ ഇരുന്നുകൊണ്ടാണ് തിന്നു. അല്ലേ ബാവ വന്ന അല്ലോ ആ ക്ലാസ് കാണാ. ആ രാത്രിയൊക്കെ വെള്ളം കുടിച്ചാ ഞങ്ങള് ചായ ക്ലാസ് ഒക്കെ പൊട്ടിത്തമർന്നു. ഇനി വാങ്ങിട്ടാണോ? ഞാൻ ഒരു വാങ്ങല് ഇന്നെ വാങ്ങാക്കൂല. അതിന്റെ ആവശ്യമില്ല. എന്തിനാ വെറുതെ പൈസ കളിനെ? അതിന്റെ ആവശ്യമില്ല എന്നെ വാങ്ങാക്കൂല. നമ്മൾ ആരെയൊക്കെ വരുമ്പോ ഞങ്ങൾ തന്നെ കുടിച്ചോട്ടെ. വെള്ള കപ്പുണ്ട്, അത് മതി. ഇനി എന്തിനാ വാങ്ങണ? ഇനി ഞാൻ വാങ്ങും. എന്റെ കയ്യിൽ പൈസ കിട്ടട്ടെ എന്ന് ഞാൻ വാങ്ങും. വെള്ളം ഇനി ഞങ്ങൾ കഴിക്കാൻ പോണേ. പ്ലീസ് ഇവിടെ ഇരിക്കൂ. എന്ത് സുഖല്ലേ? എല്ലാം ഉണ്ടാക്കി സെറ്റ് ഞാൻ അങ്ങനെ സോഫയിൽ ഇരിക്കണേ. അപ്പൊ ഇരുത്തം തുടങ്ങിയതാ അറിയോ? കൈ കൈയാണ്ട് ഇരുന്നാ മതി കേട്ടോ. അപ്പൊ പൊന്നോ രണ്ട് കള്ളത്തരം കാട്ടികളാണ് ഇപ്പൊ കണ്ടോളൂ. ഇതാ ഒരാൾ ഇതൊന്ന്, രണ്ട് കള്ളത്തരം കാട്ടികളാണിത്. ഇതൊന്ന് ഇതല്ലേ കള്ളത്തരം കാട്ടിയാ. ഇന്ന് സ്കൂൾ മുടക്കി കാൽമ നീര്. ഓക്ക് കാൽമ നീരാണ്. ചോറ് നാമ്പാ ചോറ് ഇത് തിന്നണാ പോരെ. ആയിരുന്നോ? നോക്കി ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയത് പൊന്നോ. ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയത്. എന്താ ഇപ്പൊ ഇതൊന്നും ഉണ്ടാക്കൂല? എപ്പ തുടങ്ങിയ ഞാന് അപ്പൊ അനക്ക് വെണ്ടക്കല്ല കൂടുതൽ വേണ്ടി പൊന്നോ? പൊന്നിന് വെണ്ടക്ക ഇഷ്ടല്ലേ? ഉപ്പേരി ഇഷ്ട? ഉപ്പേരി ഇതൊക്കെ കൂടി കുഴച്ച് തിന്നിട്ട് ടേസ്റ്റ് പറയുന്നിട്ട് വേണം എനിക്ക് ഇരിക്കാന്. ഇതല്ലേ പൊന്നു പറയില്ല. ഞാന് പൊതുവെ ഞാൻ പൊതുവെ എങ്ങനെ അറിയോ? ഞാൻ പൊതുവെ കുട്ടികൾക്ക് അതുപോലെ മാളുവിനൊക്കെ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ സാധാരണ. ഞാൻ അങ്ങനെയാണ്. ഞാൻ SP ആണ്. ഇതാ ഏറിയാ ഏറൂല. ഉപ്പേരി എനിക്ക് ഏറില്ല. അപ്പൊ എനിക്ക് കൊറേ ഏറെ ഉപ്പേരി എനിക്ക് ഇഷ്ടപ്പെട്ട ഉപ്പേരി ഉണ്ടാക്കിയാല് ഞാൻ തോനെടുക്കും. ബാവാക്ക് കുറച്ച് വേറെ സമയത്ത് കുറച്ച് എടുത്ത കള്ളില്ല. ഇതൊക്കെ അടിപ്പടച്ച് നോക്കി പറയാം. എനിക്ക് എന്തെങ്കിലും കൂട്ടാനേ പറഞ്ഞെടുത്ത ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് ഇന്നലെ ബിരിയാണി തന്നെ
ഓൾക്ക് പറ്റാത്ത കൂട്ടാണ്ടാവും. ലേശം അപ്പൊ അമ്മ എന്തെങ്കിലും ഒരു ലേശം ഓക്ക് ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അല്ല എനിക്ക് ലേശം ഉണ്ടാക്കിയല്ലേ? അതാണ് മോള് ആ ചട്ടിന്റെ താഴെ എന്തെങ്കിലും കുറച്ച് കരി ഉണ്ടാവും. ചട്ടിന്റെ ചുടുത്ത കറി വഴി അവൾ കൊടുന്നുതരാം. ഞാൻ ചോറ് നിന്നിട്ടാ. എനിക്ക് പൊതുവെ നല്ല കറിയെ പ്രത്യേകിച്ചും തോനെ കറി ഞാൻ വയ്ക്കും. അപ്പൊ ഈ കറിന്റെ കൂടെ ഈ മത്തൻ്റെയും ഈ പപ്പായും കൂടി ഉള്ളത് വെച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. കർമ്മത്തി അല്ലേ? നമ്മള് കർമ്മത്തി നല്ല അരച്ചില്ലേ? ഇതെന്താ അരച്ചില്ലേ? കരിമീനും കരിമീനും. സാധനം ടോപ്പാണ്. കറിയിൽ ഇപ്പുറമുണ്ടാ? കുറവില്ല. ഇല്ലല്ലേ? ബാവ ഉണ്ടാക്കിയത് എന്താ? ബാവ അതൊന്നും ഉണ്ടാക്കൂലേ? ആ അതന്നെ ഉപ്പുറം ഉണ്ടായിച്ച്. ബാവ ഉണ്ടാക്കിയ ഉപ്പുറം ഉണ്ടാന്ന് ചോദിച്ച്. ഞാൻ ഉണ്ടാക്കൂല. ഇപ്പൊ ഉണ്ടാക്കിയാ? ഇതിന്റെ ടേസ്റ്റ് കണ്ടിട്ട് ഇപ്പൊ ഉണ്ടാക്കിയതാണോ തോന്നുന്നുണ്ടാ? അയ്യടാ ഒരു ഇപ്പ കുട്ടി എന്നൊക്കെ പോയി പണിയൊക്കെ കൊടുത്തു. ആ ആവശ്യമുള്ള ഉപ്പാണ്. അതിലൊപ്പേരി കഴിഞ്ഞു. സാരമില്ല. സാധനം അപ്പൊ ഒന്നും നോക്കണ്ടാ, ഒന്നും നോക്കണ്ട. ഈ സാധനം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും നല്ല ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. പിന്നെ ആ കരിച്ച മൈക്ക് നിങ്ങൾ കരിച്ചൊന്നും വേണ്ടട്ടാ. അതെ അല്ലേ? പിന്നെ കരിമീനും തന്നെ നല്ല അടിപൊളിയാണ്. ഇന്നലെ മസാല എഴുതിച്ചോണ്ടേ ടേസ്റ്റ് ഉണ്ട്. മസാല നല്ല പിടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പിന്നെ പൊന്നു പൊതുവേ നല്ലത് പറയില്ല. എന്താ വെച്ചാൽ ആക്ക് പച്ചക്കറി തീരെ പറ്റൂല. ചിക്കൻ ഫ്രൈ ഉണ്ടോ അവിടെ? ചിക്കന് എന്ത് പേരിട്ടുണ്ടാക്കിയാലും തോന്നുന്നു അവിടെ കവുന്ന് എടുക്കുവാണ് അല്ലേ ആ ചിക്കന്റെ മേലെ. ഇപ്പൊ മോൾട്ടിക്ക് ചോറ് വേണ്ടാറിന് ഇപ്പൊ ഞങ്ങള് ചോറ് ബിരിയാണി കഴിച്ചിട്ട് മോൾട്ടി ബാക്കി ഉണ്ടാകാൻ കുറെ ചോദിച്ചില്ല എന്നാ പറഞ്ഞത്. ഇത് മാത്രം മതി. വെണ്ടക്കറിന്റെ ആവശ്യമില്ല. ഈ ഉപ്പേരി മതി. എന്തിനാ വെണ്ടക്കറിന്റെ ആവശ്യമില്ല. ഈ ഉപ്പേരി കുറച്ചേ ഉള്ളൂ. തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് കുഴച്ച് കഴിക്കാൻ. മത്തന്റെ കുറച്ചുള്ളൂ. ഒരു അര കഷ്ണം കർമ്മത്തി ഉള്ളീന്ന്. മത്തന്റെ കഴിഞ്ഞ് പുത്തൂരോ എവിടെയെങ്കിലും പോകുമ്പോൾ വാങ്ങണം. വേങ്ങര ഒരു സ്ഥലത്തുണ്ട്. ആ പാടല്ലേ ഞാൻ പറയേ വാങ്ങിക്കൊണ്ട് ആള് വാങ്ങിക്കൊണ്ടേ മറക്കുന്നതാണ്. ഇനിയിപ്പോ എന്നെ കൊണ്ടുണ്ട് ഇനി വിടൂല. ഞാൻ കാരണം ഇതിന് ടേസ്റ്റ് അറിഞ്ഞോണ്ട് ഞാൻ ഒരു നിരക്കും വിടൂല. കാരണം മത്തന്റെ കൊടുന്നുള്ള കാര്യമുള്ളൂ. ഇപ്പൊ എല്ലാരും ഉണ്ടാക്കി എന്നോടല്ല മോൾട്ടി എന്റെ വീഡിയോ എടുക്കണേ. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണ്ടി. ഇതേപോലെ തന്നെ വെണ്ടക്കറി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടാ. മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞപ്പൊടി. കാരണം കുട്ടിയുടെ ഉമ്മ ഉണ്ടാക്കുന്ന വരെ എനിക്ക് ഇങ്ങനത്തെ ഒരു കറി കൂട്ടി പരിചയമില്ല. കാരണം നമ്മളെ വീട്ടില് വേറെ മോഡൽ ഉണ്ടാക്കുക. ആ മോഡൽ ഇന്നും പിന്തുടരുന്നുണ്ട് കുഞ്ഞുമോൾ അവിടെ. മോളൂസിന്റെ അമ്മ. എന്റെ അമ്മ വെണ്ടക്കറി നല്ല മധുരല്ലേ കൂട്ടാൻ? എന്താണ് നല്ല എരുണ്ടാവൂലേ? എരിഞ്ഞ് ചാവുന്നു അല്ലെ? കുഞ്ഞമ്മാന്റെ കറി എങ്ങനെയാ? അപ്പൊ ഞങ്ങള് ചോറ് തിന്നട്ടെ. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ഇനി വൈകുന്നേരം ഒന്നും ഉണ്ടാവില്ല കാര്യമായിട്ട് അല്ലേ? വൈകുന്നേരം എപ്പോഴും മതി എന്ത് ചായക്കടി കൂട്ടിയാ പിന്നെ അതന്നെ അന്നത്തെ അന്തിക്കത്ത്. പിന്നെ അന്തിക്ക് ചോറൊന്നും തിന്നൂല. പക്ഷെ എന്താണ് ചായ കുടിച്ചും. ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടെങ്കിൽ പൊരിക്കടി അങ്ങനെ എന്തെങ്കിലും തിന്നാൻ പിന്നെ അന്നത്തത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്നും തിന്നില്ല. ഇന്നലെ ഇപ്പൊ ഞാൻ വൈകുന്നേരം ഒരു ഔലി മിൽക്ക് കുടിച്ചാ. അതോടെ ഞാൻ ഒന്നും തിന്നിട്ടില്ല. ഒരു കക്കരിയും തിന്ന് അത്രേ ഉള്ളൂ. ഉച്ചക്ക് അങ്ങനെ തിന്നു. ഉച്ചക്കല്ല പോലെ തിന്നു അല്ലേ? ഇപ്പൊ ഇന്ന് രാവിലെ പത്തിരിയും കടലക്കറിയാണ്. ബാക്കിയുണ്ടോ വൈകുന്നേരത്തിന് തിന്നാല്? അപ്പൊ ഇന്ന് വാവ നെസ്പത്തിരിയും കടല എണിക്കാരം വൈകുന്നേരം അല്ലേ? ഓൻകട ബിസ്ക്കറ്റ് ഉടച്ചിട്ടുണ്ട്. ഞാൻ പട്ടിണി ആവുന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അല്ലേ? വേറെ ശ്രദ്ധിക്കാൻ കഴിയും. വീഡിയോ വരെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ടേസ്റ്റും ഉണ്ട്. പിന്നെ കർമ്മത്തിയിട്ട് വേറൊരു തോരണ്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടാ. ഉണ്ടാക്കുന്നത് ഞാൻ പറ്റിച്ചതാണ് ഒരു ദിവസം. അവര് പറയരുത് എന്താണ് സാധനം. ഇവരെ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി പറ്റിച്ചിക്കണേ. അപ്പൊ ആ പറ്റിക്കണ വീഡിയോ ഞാന് നാളെ ഇൻഷാ അല്ലാ നാളത്തെ വീഡിയോ കേട്ടാ. നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഇൻഷാ അല്ലാ. ഇന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോ ഇത് ഉണ്ടായതുകൊണ്ട് ഇല ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കിയതാണ്. അപ്പൊ എല്ലാവർക്കും ഹായ് ഹലോ ബൈ. വീഡിയോ ഷെയർ ബൈ. വീഡിയോ ഷെയർ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ബൈ. ബൈ ബൈ.